മാൽദീവ്സിലെ ബോട്ട് യാത്രകളിലെ ഒരു അടിപൊളി കാഴ്ചയാണ് കടലിലുള്ള ഇത്തരം പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ടുകൾ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കടലും വെള്ള നിറത്തിലുള്ള ബീച്ചും അവിടെ ബീച്ചിലേക്ക് ഫേസ് ചെയ്യുന്ന റൂമുകളും ജീവിതത്തിലെ തിരക്കുകളുമൊക്കെ ഒഴിവാക്കിയിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം ഒരു സ്ഥലത്ത് വന്ന് താമസിച്ചു കഴിഞ്ഞാൽ മറക്കാൻ കഴിയാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആ കാര്യം ഉറപ്പാണ്. കടലിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന വാട്ടർ വില്ലകൾക്ക് ഏകദേശം 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ഇവർ ഡെയിലി റെൻറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് റിസോർട്ടിൽ അണ്ടർ വാട്ടർ റൂമുകളുണ്ട്. 9 ലക്ഷം രൂപയാണ് ഒരു ദിവസം അവിടെ താമസിക്കാനുള്ള ചാർജ്. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. കോറൽ ഗാർഡൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇനിയുള്ള കാഴ്ചകൾ വെള്ളത്തിൻ്റെ അടിയിലാണ്. സ്പിയർ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് പുള്ളി. ഇവരുടെ കയ്യിൽ സ്പിയർ ഗൺ എന്ന് പറയുന്നൊരു സാധനം ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് മീനെ സ്പോട്ട് ചെയ്തിട്ട് താഴേക്ക് ഡൈവ് ചെയ്ത് മീനെ ആ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് പിടിക്കുന്നതിനെയാണ് സ്പിയർ ഫിഷിംഗ് എന്ന് പറയുന്നത്. നല്ല ഡെപ്തിലേക്ക് ഇവർ ഡൈവ് ചെയ്തിട്ടാണ് മീനെ പിടിക്കുന്നത്. അവർ സ്പിയർ ഫിഷിങ്ങിന് ഇറങ്ങിയപ്പോൾ ഞാൻ അവരുടെ കൂടെ ഞാനും ചാടി, സ്നോർക്കിളും മാസ്കും ഒക്കെ വെച്ച്. അപ്പോൾ എൻ്റെ പരിപാടി ഈ സ്നോർക്കിൾ ചെയ്ത് ജസ്റ്റ് വെള്ളത്തിൻ്റെ അടുത്ത് അധികം താഴെ പോകാതെ മീനുകളെയൊക്കെ ഒന്ന് കാണാമെന്നുള്ളതാണ്. പുള്ളിയുടെ കയ്യിലിരിക്കുന്ന സാധനമാണ് സ്പിയർ ഗൺ. അപ്പോൾ മീനെ ഇവർ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് പോകും. ഭയങ്കര സ്കില്ല് വേണ്ടൊരു കാര്യമാണ്. 30 മീറ്ററൊക്കെ ഇവർ വെള്ളത്തിൽ അടിയിലേക്ക് ഡൈവ് ചെയ്യും. ഈ കാണുന്നതാണ് കോറൽ ഗാർഡൻ. ഉണങ്ങിയ മരത്തിൽ കൂണ് പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ കാണുന്ന ആ സാധനങ്ങളാണ് കോറൽ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത്ര ഭംഗിയൊന്നും ഇല്ലാന്ന് തോന്നുമെങ്കിലും താഴോട്ട് ഡൈവ് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീനാണ്. നിറയെ മീനായിരിക്കും. അപ്പോൾ നമുക്കിതിനെ കുറച്ചുകൂടെ അടുത്ത് പോയി നല്ല ഡീറ്റെയിൽഡായിട്ട് ഒന്ന് പരിചയപ്പെടാം. ഈ കാണുന്നതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള കോറലുകളാണ്. കോറലുകളെല്ലാം പല പല ഷേപ്പുകളാണ്. ഇപ്പോൾ ഈ കൂണ് പോലെ കാണുന്നതും ചിലപ്പോൾ മരം പോലെ അല്ലെങ്കിൽ പാറ പോലെ, അങ്ങനെ പല പല ഷേപ്പുകളുണ്ട് കോറലുകൾ ഒരുപാട് വെറൈറ്റി ഉണ്ട്. കോറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിചാരിക്കും അതൊരു പ്ലാന്റ് ആണെന്ന്, അതൊരു ആനിമലാണ്. പോളിപ്സ് എന്ന് പറയുന്ന ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അനിമൽസിൻ്റെ എക്സ്ക്രീറ്റ വഴി രൂപപ്പെടുന്നതാണ് ഈ ഹാർഡായിട്ടുള്ള ഈ കോറൽ, ഈ വൈറ്റ് കളറിൽ കാണുന്ന കോറൽസ്. ഇതിന് ഈ പോളിപ്സിന് കളർ കൊടുക്കുന്നത് അതിൽ ജീവിക്കുന്ന ആൽഗകളാണ്. അതിലുള്ള ആൽഗകളാണ് പല പല കളർ കൊടുത്ത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ബ്ലാക്ക് കളർ കണ്ടത് അത് അതിലുള്ള ആൽഗയുടെ കളറാണ്. ശരിക്കും പോളിപ്സ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഫൈൻഡിങ് നീമോ എന്നൊരു ഇംഗ്ലീഷ് കാർട്ടൂൺ സിനിമയുണ്ട്. അതിനകത്തിൽ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിനകത്ത് കാണുന്ന ജീവിയാണിത്. സീ അനിമണി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ജെല്ലി ഫിഷിൻ്റെ വംശത്തിൽപ്പെടുന്ന ഒരു മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ജെല്ലി ഫിഷാണ്. കാണാൻ ഭയങ്കര ക്യൂട്ടാണെങ്കിലും ഇതിൻ്റെ ഈ വിരലുകൾ പോലെയുള്ള ഭാഗം വെച്ച് അടുത്ത് വരുന്ന മീനുകളുടെ മേത്തേക്ക് വിഷം കുത്തിവെച്ച് അതിനെ തിന്നാണ് ഇത് ജീവിക്കുന്നത്. ഈ കാണുന്ന അനിമണി ഫിഷ് അല്ലെങ്കിൽ ക്ലൗൺ ഫിഷ് എന്ന് പറയുന്ന മീനുകളെ മാത്രം സീ അനിമണീസ് അറ്റാക്ക് ചെയ്യില്ല. കാരണം ഇതിൻ്റെ മേത്ത് ഒരു സ്ലൈം കവറുണ്ട്. അതുകൊണ്ട് അനിമണീസ് ഇതിനെ അതിൻ്റെ തന്നെ ഒരു പാർട്ടായിട്ട് കാണുകയും ഇതിനെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യും. ഈ മീനുകൾക്ക് ബാക്കി വലിയ മീനുകൾ അറ്റാക്ക് ചെയ്യാൻ വന്നാലും അനിമണിയിലുള്ളിലേക്ക് ഒളിക്കുന്നത് കൊണ്ട് മീനുകൾക്കൊരു പ്രൊട്ടക്ഷനും ഈ അനിമണീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റു മീനുകളൊന്നും ഇതിനുള്ളിൽ കയറി ഈ അനിമണി ഫിഷിനെ പിടിക്കാൻ പോവില്ല. കാരണം വേറെ മീൻ അടുത്ത് വന്നാൽ അനിമണി അതിനെ അറ്റാക്ക് ചെയ്യും. ഫെദർ സ്റ്റാർസ് അല്ലെങ്കിൽ യെല്ലോ ഫെദേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു അനിമലാണിത്. കോറലുകളോട് ചേർന്ന് പറ്റിപ്പിടിച്ചാണ് ഇത് വളരുന്നത്. പോളിപ്പുകൾക്കുള്ളിൽ താമസിക്കുന്ന ആൽഗകൾ നമ്മളുടെ ചെടികൾ ചെയ്യുന്നത് പോലെ തന്നെ ഫോട്ടോസിന്തസിസ് ചെയ്തിട്ടാണ് ഈ കോറലുകൾക്ക് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 90% എനർജി ഉണ്ടാക്കുന്നത്. പിന്നെ രാത്രി സമയങ്ങളിൽ ഈ പോളിപ്സ് കുഞ്ഞു കുഞ്ഞു മീനുകളെ അറ്റാക്ക് ചെയ്ത് പിടിക്കുകയും ചെയ്യും. മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് തന്നെയാണ്.
നല്ലൊരു ശതമാനം കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്തിട്ട് ഓക്സിജൻ പുറത്തുവിടുന്നതിൽ കോറൽസിന് വലിയൊരു പങ്കുണ്ട്. വളരെ പതുക്കെയാണ് കോറലുകൾ വളരുന്നത്. മില്യൺസ് ഓഫ് ഇയേഴ്സ് വളർന്ന് ഈ കോറലുകൾ ഗ്രൂപ്പായി ചേർന്നിട്ടാണ് കോറൽ റീഫുകൾ ഉണ്ടാകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോറൽ റീഫ് ഉള്ളത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. വ്യത്യസ്തമായ ഷേപ്പിൽ കാണുന്ന ഈ സാധനങ്ങളെല്ലാം കോറൽ തന്നെയാണ്. ബാക്കി കണ്ട ഒരു ഷേപ്പും അല്ല ഈ കോറലുകളുള്ളത്. ഈ ഒരു ഏരിയ മുഴുവൻ അങ്ങനത്തെ കോറലുകളാണ്. ഇതിൻ്റെ ഇടയിൽ മുഴുവൻ കുഞ്ഞു മീനുകൾ ഒരുപാട് ഒളിച്ചിരിപ്പുണ്ട്. അത് ചെറിയ കാലത്ത് ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നിട്ടാണ് മറ്റു മീനുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവർ സ്പിയർ ചെയ്ത് പിടിച്ച മീനെ കണ്ടു. എന്ത് രസമാണ്. ഈ സാധനത്തിൻ്റെ ചുണ്ടിലും മേത്ത് പല സ്ഥലത്തുമായിട്ട് മഞ്ഞ കളറുണ്ട്. മേത്തെല്ലാം പലയിടത്തും നീല കളറിലെ കുത്തുകളും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ പേര് ബ്ലൂ ആൻഡ് യെല്ലോ ഗ്രൂപ്പർ എന്നാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് കോറലുകൾ. ഓരോ തവണയും ഡൈവ് ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായ ഓരോരോ പുതിയ ജീവികളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് 50% കോറലുകളും നശിച്ചു പോയി. സ്പിയർ ഫിഷിങ്ങിന് പോയവർക്ക് 1-2 മീനുകളും കൂടെ കിട്ടി. ആ കൂട്ടത്തിൽ അവർക്കൊരു ലോബ്സ്റ്ററിനെയും കിട്ടി. ഇന്റർനാഷണൽ മാർക്കറ്റിൽ നല്ല വിലയുള്ള ഒരു ഇനമാണ് ലോബ്സ്റ്റേഴ്സ്. ഈ ഫിഷിംഗ് ട്രിപ്പ് ഇവിടെ തീർന്നിട്ടില്ല. ഇതിൻ്റെ ഫിഷിങ്ങിൻ്റെ പാട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡ് ഉടനെ വരുന്നുണ്ടാവും. അപ്പോൾ അത് മിസ്സാവാതിരിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.